السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. സഹോദരങ്ങളെ, ഇനി ജബ്ബാർ لقد خلقنا الإنسان في أحسن تقويم ثم رددناه أسفل سافلين എന്ന ആയത്തുമായി ബന്ധപ്പെട്ട് തഫ്സീറുകളെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ആ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ജബ്ബാർ പറയുന്നത്, ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ മുഫസ്സിറുകൾ ചില പ്രത്യേകം ആളുകളെ ഉദ്ദേശിച്ചാണ് ഇത് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുന്നു. പിന്നെ തൻവീറുൽ മഖാസിദ് എന്ന് പറയുന്ന ഒരു തഫ്സീറിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയാണ് ജബ്ബാർ ഉദ്ധരിക്കുന്നത്. അതിൽ വലീദ് ഇബ്നു മുഗീറ എന്ന് പറയുന്ന ഒരാളെയും മറ്റൊരാളെയൊക്കെ പറ്റി പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ തൻവീറുൽ മഖാസിദ് എന്നത് അത്ര പ്രാമാണികമായിട്ടുള്ളൊരു തഫ്സീറല്ല എന്നുള്ളതാണ് ഒരു വസ്തുത. മറ്റൊന്ന്, പ്രാമാണിക തഫ്സീറുകളിൽ തബരി, ഖുർത്തുബി, ഇബ്നു കസീർ, ബഗവി തുടങ്ങിയ ഏത് കിതാബ് തഫ്സീറുകൾ എടുത്താലും അങ്ങനെയുള്ള ഈ തഫ്സീറുകളിലൊന്നും ഇവിടെ ഏതോ ഒരു വ്യക്തിയെ ഉദ്ദേശിച്ച് അല്ലെങ്കിൽ ചില വ്യക്തികളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇത് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുന്നില്ല എന്നുള്ളതാണ്. അവിടെയൊക്കെ മനുഷ്യർ, ആദമിനെയും ആദമിൻ്റെ സന്തതികളെയും, അതായത് മൊത്തം മനുഷ്യരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇത് പറഞ്ഞിട്ടുള്ളത് എന്നാണ് ഈ തഫ്സീറുകളിലൊക്കെ പറയുന്നത്. പിന്നെ ജബ്ബാർ ഇബ്നു കസീറിൻ്റെ പേരിലൊരു കള്ളം കൂടി പറയുന്നുണ്ട്. ഇബ്നു കസീറിൻ്റെ തഫ്സീറിൽ ചില സുന്ദരന്മാരായിട്ടുള്ള നല്ല കാണാൻ കൊള്ളാവുന്ന ആകാര സൗഷ്ഠവമുള്ള ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇത് പറഞ്ഞതെന്ന് ഇബ്നു കസീർ പറയുന്നുണ്ട്. ഇബ്നു കസീർ വായിച്ചപ്പോൾ തനിക്ക് മനസ്സിലായത് എന്നാണ് ജബ്ബാർ പറഞ്ഞത്. ഏത് ഇബ്നു കസീറിൻ്റെ തഫ്സീറാണ് ജബ്ബാർ വായിച്ചതെന്ന് നമുക്കറിയില്ല. നമ്മുടെ നാട്ടിലൊക്കെ പിന്നെ ലൈബ്രറികളിൽ കിട്ടുന്ന ഇബ്നു കസീറിൻ്റെ തഫ്സീറിൽ അങ്ങനെ ഒരു പരാമർശം തന്നെയില്ല. അപ്പോൾ ഒന്നുകിൽ ജബ്ബാറിന് ആരോ അത് തെറ്റായിട്ട് പറഞ്ഞു കൊടുത്തു, അല്ലെങ്കിൽ ജബ്ബാർ ഏതായാലും അദ്ദേഹം അറബിയിൽ വായിക്കാൻ യാതൊരു സാധ്യതയില്ല. അപ്പോൾ ഏതോ ഇംഗ്ലീഷ് പരിഭാഷ വായിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഇബ്നു കസീറിൻ്റെ തഫ്സീറിലുള്ളതല്ല. ഞാൻ അതിൻ്റെ അടിക്കുറിപ്പിൽ ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. മാത്രമല്ല, അദ്ദേഹം ജബ്ബാർ പറയുന്നത്, ഇത് ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഇതിലൊരു തിരിമറി നടന്നിട്ടുണ്ട് എന്നാണ്. തിരിമറി പറഞ്ഞാൽ എന്താണ്? ഖുർആനിൽ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ, മനുഷ്യനെ ഏറ്റവും നല്ല ആകാര സൗഷ്ഠവത്തിൽ നിന്നോ അല്ലെങ്കിൽ മൂല്യങ്ങൾ നിർവഹിക്കാൻ പറ്റുന്ന വിധത്തിൽ നിന്നൊക്കെ അതിനർത്ഥം പറയാം. അത് നമുക്ക് ഏത് ഇതിൽ അർത്ഥം പറഞ്ഞാലും അതിനെ സുന്ദരമായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ, പിന്നെ അവൻ അധമന്മാരിൽ അധമനായിട്ട് നമ്മൾ മാറ്റി എന്ന് പറഞ്ഞിട്ട് ഈ ഉദ്ധരിച്ച ആളുകളൊക്കെ പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു. അപ്പോൾ ഖുർആൻ അവിടെ പൊളിഞ്ഞു എന്നാണ്. യഥാർത്ഥത്തിൽ ഖുർആൻ അങ്ങനെ പറയുന്നുണ്ടോ? ഏതോ തഫ്സീറിൽ അങ്ങനെ ഉണ്ട് എന്നതാണ് ജബ്ബാറിൻ്റെ വാദം. തഫ്സീറിൽ ഉണ്ടോ ഇല്ല എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്താണ്? ഇവിടെ ഖുർആൻ പറയുന്നത് അള്ളാഹു, നാമാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോൾ നാമാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ജബ്ബാർ പെർഫെക്റ്റായിട്ട് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു. എന്നിട്ട് അതിന് വിരുദ്ധമാണ് സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ, പിന്നീട് അവനെ അധമന്മാരിൽ അധമനായി മാറ്റി എന്ന് പറയുന്നത് എന്നാണ്. യഥാർത്ഥത്തിൽ സൃഷ്ടാവ് പറയുന്നു, ഒരു സാധനം ഉണ്ടാക്കിയ ആൾ പറയുന്നു, ഇതിൻ്റെ ഗ്യാരണ്ടി ഇത്ര കാലമാണ്, അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കേണ്ടത് ഇന്ന രീതിയിലാണ് എന്നൊക്കെ പറഞ്ഞ് അത് ആ രീതിയിലല്ല പോകുന്നതെങ്കിൽ ഇപ്പോൾ ഇത് പെർഫെക്റ്റാണ്, പിന്നെ പൂർണ്ണതയുള്ളതാണ്, അല്ലെങ്കിൽ കൂടുതൽ മെച്ചമുള്ളതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ഈ രീതിയിലല്ല ഉപയോഗിക്കുന്നതെങ്കിൽ, ഇതിന് നിശ്ചയിച്ച പ്രകൃതിയിൽ നിന്ന് വിരുദ്ധമായിട്ടുള്ള രീതിയിലാണ് ഇത് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ പെർഫെക്ഷൻ പോകും എന്നാണ് സൃഷ്ടാവ് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് വൈരുദ്ധ്യമാവുക?
വൈരുദ്ധ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സംഗതി പറഞ്ഞിട്ട് അതിൻ്റെ പരിണതി എന്താകുമെന്ന് സൃഷ്ടാവ് പറയാതിരിക്കുകയും അതിൻ്റെ പ്രയോജനപ്രദമായിട്ടുള്ള കാലഘട്ടത്തിൽ ഈ പറഞ്ഞ രീതിയിൽ അത് ഉപയോഗപ്പെടാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് അതിൻ്റെ പെർഫെക്ഷൻ നഷ്ടപ്പെടുക എന്നുള്ളത്. അതല്ലാത്ത രീതിയിൽ ഒന്നതിൻ്റെ പ്രകൃതി വിരുദ്ധമായിട്ടാണ് അത് പ്രവർത്തിക്കുന്നതെങ്കിൽ, അതല്ലെങ്കിൽ അതിൻ്റെ കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്, അതിൻ്റെ അവധി കഴിഞ്ഞു പോയിട്ടുണ്ട് എങ്കിൽ പിന്നെ അതിൻ്റെ പെർഫെക്ഷൻ നിലനിൽക്കുമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇവിടെ വിശുദ്ധ ഖുർആൻ ഈ സംഗതിയാണ് പറയുന്നത്. നിങ്ങൾ എങ്ങനെയാണ്, എന്തുദ്ദേശത്തിന് വേണ്ടിയാണോ നിങ്ങളെ സൃഷ്ടിച്ചത്, ആ രീതിയിൽ നിങ്ങൾ കാര്യങ്ങൾക്ക് മൂല്യം കൽപ്പിക്കുകയും അങ്ങനെ നിങ്ങൾ മുമ്പോട്ട് പോവുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഏറ്റവും അഹ്സനു തഖ്വീമിലാണുള്ളത്. മറിച്ചാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ, പ്രവർത്തിക്കുന്നതെങ്കിലോ അവിടെ നിങ്ങൾ അസ്ഫൽ സാഫിലായി മാറും എന്ന് വിശുദ്ധ ഖുർആൻ, അള്ളാഹു ഖുർആനിലൂടെ പറയുന്നത് എങ്ങനെയാണ് വിരുദ്ധാവുക? ഒരു സംഗതിക്കൊരു ഉപാധി വെച്ചു, ആ ഉപാധി പൂർത്തീകരിക്കാതെ വരുമ്പോൾ അത് തകരാറിലാവും എന്നാണ് ഈ പറയുന്നത്. അപ്പോൾ ഇവിടെ ജബ്ബാർ യഥാർത്ഥത്തിൽ ഉരുളുകയാണ് ചെയ്യുന്നത്. മാത്രവുമല്ല, ഈ പറഞ്ഞ ആളുകൾ ഏതോ തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. പ്രാമാണികമായിട്ടുള്ള തഫ്സീറുകളിലൊന്നും അങ്ങനെ ഒരു പരാമർശം തന്നെയല്ല. അവിടെയൊക്കെ പറയുന്നത് മൊത്തം മനുഷ്യനെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. അത് തന്നെ അഹ്സനു തഖ്വീം എന്ന് പറഞ്ഞാൽ പിന്നെ രണ്ട് അഭിപ്രായമാണ് ഉള്ളത്. ഒന്ന് മനുഷ്യൻ്റെ ശാരീരിക ഘടനയെ സംബന്ധിച്ചാണ് അത് പറഞ്ഞിട്ടുള്ളത്. അപ്പം മനുഷ്യന് കുട്ടിയായി ജനിച്ച് വളർന്ന് യുവാവായി വയസ്കനായിട്ട് പിന്നീട് കൂടുതൽ പ്രായം ചെല്ലുമ്പോൾ അവൻ്റെ ഓർമ്മശക്തിയൊക്കെ നശിക്കുകയും ശരീരം ചുക്കിച്ചുണങ്ങുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയെക്കുറിച്ചാണ്. പക്ഷെ അത് തൊട്ടുപുടനെ പറയുന്ന ഇല്ലല്ലദീന ആമനു എന്ന ആയത്തുമായി തട്ടിച്ചു നോക്കുമ്പോഴാണ് ഇല്ലല്ലദീന എന്നുള്ളത് ഇസ്തിഥ്ന എന്നാണ് അറബിയിൽ അതിന് പറയാം, അപവാദം. ഇതിൽ നിന്ന് അപവാദമായി വരുന്നത് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളുമാണ് എന്ന് പറയുമ്പോൾ അത് ഭൗതികമായിട്ട് ശാരീരികമായി സംഭവിക്കുന്ന ഒരു പരിണതിയെ സംബന്ധിച്ചല്ല എന്നത് വളരെ വ്യക്തമാണ്. അപ്പോൾ ഇവിടെ ഈ ആളുകൾ, ഈ ഖുർആനിൽ ഇവിടെ സൂചിപ്പിച്ച ആളുകൾ പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു. അപ്പോൾ ഇസ്ലാം ഖുർആൻ ഈ പറഞ്ഞത് അത് വിരുദ്ധമായി, അല്ലെങ്കിൽ അത് പൊളിഞ്ഞു എന്നാണ് ജബ്ബാറിൻ്റെ വാദം. ഇവിടെ ഖുർആൻ പറയുന്നത് എന്താണ്? നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് ഈമാനും അമലുസാലിഹും കൈക്കൊള്ളുകയാണെങ്കിൽ നിങ്ങൾ ഈ ശരിയായിട്ടുള്ള അഹ്സനു തഖ്വീമിൽ തന്നെ നിലനിൽക്കുന്നതാണ്. അപ്പോൾ അവിടെ ജബ്ബാർ പറയുന്നതാണ് യഥാർത്ഥത്തിൽ ഖുർആനോട് പൊരുത്തപ്പെടാത്ത വൈരുദ്ധ്യം എന്ന് പറയുന്നത്. ആ ഖുർആൻ പറഞ്ഞിട്ടുള്ളതല്ല. ഒരു വസ്തുതയായിട്ട് അവതരിപ്പിക്കുന്നതിൽ ജബ്ബാർ കാണിക്കുന്ന കൈകടത്തലും അല്ലെങ്കിൽ ജബ്ബാർ കാര്യങ്ങളെ അട്ടിമറിക്കുന്നതുമൊക്കെയാണ് ഇവിടെ നമ്മൾക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഇവിടെ ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുള്ള ആളുകൾ ഒഴികെ എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ പറഞ്ഞത് ബാധകമല്ല എന്നാണ്. അപ്പോൾ ബാധകമല്ല എന്ന് ഖുർആൻ പറഞ്ഞ സംഗതി പിന്നെങ്ങനെയാണ് ഇതിന് വിരുദ്ധമായി തീരുക? അപ്പോൾ യഥാർത്ഥത്തിൽ ജബ്ബാറിന് പലപ്പോഴും ജബ്ബാർ പറയുന്ന ഈ ഖുർആൻ പറഞ്ഞ എനിക്ക് മനസ്സിലാകില്ല എന്ന് പറയുന്ന ആ മനസ്സിലാകാതെ തന്നെയാണ് യഥാർത്ഥത്തിൽ ഇവിടെയും സംഭവിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ജബ്ബാർ തീരുമാനിച്ച് ഇറങ്ങി തിരിച്ചിട്ടുള്ളത് ഖുർആനെ അവഹേളിക്കുക, ഏതെങ്കിലും നിലക്ക് ഖുർആൻ പറഞ്ഞതൊക്കെ അബദ്ധമാണെന്ന് വരുത്തി തീർക്കുക, അത് പറഞ്ഞ് ഫലിപ്പിക്കുക. ഒരു കള്ളം 100 പ്രാവശ്യം പറഞ്ഞാൽ അത് സത്യമാണെന്ന് ആളുകൾ ധരിക്കും എന്നുള്ള തെറ്റായിട്ടുള്ള ധാരണയിൽ നിന്നാണ് ജബ്ബാർ ഇത്തരത്തിലുള്ള വിടവായത്തങ്ങളൊക്കെ പറയുന്നത് എന്നതാണ് വസ്തുത. എന്നല്ലാതെ ഇവിടെ ഖുർആൻ ഈ പറഞ്ഞതിലൊരു വൈരുദ്ധ്യമില്ല. കാരണം ഖുർആൻ അള്ളാഹു പറയുന്നത്, നമ്മളാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്, അള്ളാഹുവാണല്ലോ മനുഷ്യനെ സൃഷ്ടിച്ചത്. സൃഷ്ടാവ് പറയുന്നു ഞാനാണ് സൃഷ്ടിച്ചത്. ആ സൃഷ്ടിപ്പ്, അതിൻ്റെ സൗന്ദര്യം, അതിൻ്റെ ഭംഗി, അതിൻ്റെ പൂർണ്ണത അത് നിലനിൽക്കണമെങ്കിൽ അതിന് ഇന്ന ഉപാധികളൊക്കെ ഉണ്ട്. ആ ഉപാധികൾ പൂർത്തീകരിക്കണമെങ്കിൽ അത് പിന്നീട് വളരെ മോശമായിട്ടുള്ളൊരവസ്ഥയിലേക്ക് മാറും. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ളത് തീർച്ചയായും ഭൗതിക ജീവിതവുമായി ബന്ധപ്പെട്ടതല്ല എന്ന് ഈ 3 ആയത്തുകൾ എടുത്തു വച്ച് വിശകലനം നടത്തുന്ന
അല്ലെങ്കിൽ ഈ 3 ആയത്തുകളെയും പഠന വിധേയമാക്കുന്ന സാമാന്യ ബുദ്ധിയുള്ള വിവേകശാലിയായിട്ടുള്ള സത്യസന്ധതയുള്ള ഏത് മനുഷ്യനും ബോധ്യം വരുന്ന സംഗതിയാണ്. അതിനാണ് ഇവിടെ ജബ്ബാർ അട്ടിമറിക്കുന്നത്. ലഖദ് ഖലഖനൽ ഇൻസാൻ, ഇവിടെ അൽ ഇൻസാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞാണ്. അൽ ഇൻസാൻ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ മൊത്തത്തിലാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ മനുഷ്യൻ്റെ പ്രകൃതി എന്ന് പറയുന്നത് അത് തഖ്വീമിന് പറ്റിയ സുന്ദരമായിട്ടുള്ള അവസ്ഥയിലാണ്. അതായത് മൂല്യങ്ങൾ ഉൾക്കൊള്ളാനും ആ മൂല്യങ്ങൾക്കനുസരിച്ച് ജീവിക്കാനും അത് പ്രയോഗവൽക്കരിക്കാനും അത് മറ്റുള്ളവരിൽ സന്നിവേശിപ്പിക്കാനും ഒക്കെ അല്ലെങ്കിൽ അത് പ്രചരിപ്പിക്കാനും ഒക്കെ പാകത്തിൽ ആണ് മനുഷ്യൻ്റെ സൃഷ്ടിപ്പുള്ളത്. കാരണം അവന് ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള വിവേകം, അതിനുള്ള സ്വാതന്ത്ര്യമൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യം അവൻ ഉപയോഗിക്കുന്ന കാലത്തോളം അവൻ അഹ്സനു തഖ്വീമിലാണ്. അത് ഉപയോഗിക്കാത്ത ഘട്ടം വരുമ്പോഴാണ് തുമ്മ റദദിനാഹു, പിന്നെ എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ അഹ്സനു തഖ്വീം എന്ന് പറയുന്ന ഈ ഘട്ടത്തിന് ശേഷം അത് ഉപയോഗിക്കാതെ പോകുന്ന ഒരു ഘട്ടം വരികയാണെങ്കിൽ അവിടെ റദദിനാഹു അസ്ഫല സാഫിലുകളിൽ അസ്ഫലായിട്ട് എന്ന് പറഞ്ഞാൽ അധമന്മാരിൽ അധമനായിട്ട് നമ്മൾ അവരെ മാറ്റും എന്നാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു ഇതിൽ നിന്ന് രക്ഷപ്പെടാവുന്ന വിഭാഗം എന്ന് പറഞ്ഞാൽ അവർ 2 സംഗതികൾ ചെയ്യേണ്ടതുണ്ട്. അതാണത് ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി. ഒന്ന് ഈമാനാണ്, മറ്റൊന്ന് അമലു സ്വാലിഹാത്താണ്. ഇത് രണ്ടും ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് ഇതൊരിക്കലും ബാധകമാവുകയില്ല. പിന്നെ ജബ്ബാർ പറയുന്നത് എന്താണ് സത്യം, വിശ്വാസം എന്നാണ്. ഈമാൻ എന്നതിന് മലയാള ഭാഷയിൽ സാധാരണ നമ്മൾ വിശ്വാസം എന്നാണ് പറയാറുള്ളത്. യഥാർത്ഥത്തിൽ ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താ? അറബി ഭാഷാകാരന്മാരും മുഫസ്സിറുകളും ആയിട്ടുള്ള എല്ലാ പണ്ഡിതന്മാരും തന്നെ ഈമാൻ എന്നതിന് നൽകിയിട്ടുള്ള വിവക്ഷ, അതിൻ്റെ വിവക്ഷ എന്താണെന്ന് വിശദീകരിച്ചിട്ടുണ്ട്. അത് തസ്ദീഖു ബിൽ ഖൽബ് വന്നുത്ഖു ബിൽ ലിസാൻ. ഒരു സംഗതി ബോധ്യം വരാനുള്ളത് മാത്രമല്ല, ആ ബോധ്യം വന്ന സംഗതി മനസ്സാ സത്യപ്പെടുത്തുകയും നാക്കുകൊണ്ട് ഉരുവിടുകയും ചെയ്യുമ്പോഴാണ് ഒരാൾ മുഅ്മിനായിത്തീരാം. അപ്പോൾ അയാളത് മനസ്സിൽ താലോലിച്ചു കൊണ്ടിരുന്നാൽ പോരാ, അത് സത്യമാണ് എന്ന് അയാൾ അംഗീകരിക്കേണ്ടതുണ്ട്. ഒരു സംഗതി ബോധ്യം വരിക എന്നതും അത് അംഗീകരിക്കുക എന്നുള്ളതും രണ്ട് സംഗതിയാണ്. അപ്പോൾ ഈ സംഗതി ബോധ്യം വന്നു എന്നത് മാത്രമല്ല, അയാളത് സത്യപ്പെടുത്തേണ്ടതുണ്ട്. എന്നിട്ട് അയാളത് പ്രഖ്യാപിക്കേണ്ടതുണ്ട്. പ്രഖ്യാപിക്കുന്നതോടൊപ്പം അതിനനുസൃതമായിട്ടുള്ള സൽക്കർമ്മങ്ങളിൽ അയാൾ ഏർപ്പെടുകയും ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ലോകത്തുള്ള എല്ലാ വിശ്വാസികളും പറയുന്നത് ഞങ്ങളുടെ വിശ്വാസം ശരിയാണ് എന്നാണ്. അപ്പോൾ ഏതാണ് ശരി, ഏത് വിശ്വാസമാണ് ശരി എന്നാണ് പിന്നെ ജബ്ബാറിൻ്റെ ചോദ്യം. ഇത് മുസ്ലിങ്ങളെ പറ്റിയോ അല്ലെങ്കിൽ ഈ ഇസ്ലാമിനെ സംബന്ധിച്ച് മാത്രം ബാധകമായ സംഗതിയല്ല. അപ്പോൾ യുക്തിവാദികൾ, ഈ നാസ്തികന്മാർ തുടങ്ങി ഈ ദൈവനിഷേധികളായിട്ടുള്ള ആളുകൾ അവർ തന്നെ വ്യത്യസ്ത കക്ഷികളും സംഘങ്ങളുമായിട്ട് മാറിയിട്ടുണ്ട്. അവരിൽ ഏത് കക്ഷിയാണ് ശരി എന്ന് ചോദിച്ചാൽ അതിന് ജബ്ബാറിനെ പോലുള്ള ആളുകൾക്ക് എന്താണ് മറുപടി അറിയാണ്ടാവുക? അപ്പോൾ ഇവിടെ ശരി തെറ്റുകൾ എന്ന് പറയുന്നതിന് മാനദണ്ഡമുണ്ട്. അതായത് വിശുദ്ധ ഖുർആനും ആ ഖുർആൻ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്ത്, അള്ളാഹുവിൽ നിന്ന് ഏറ്റുവാങ്ങി ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്ത് അത് പ്രയോഗവൽക്കരിച്ചിട്ടുള്ള മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും എന്താണോ ശരി എന്ന് പറഞ്ഞിട്ടുള്ളത് അത് ശരിയും തെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് തെറ്റുമാണ്. അത് അംഗീകരിക്കുന്നവരാണ് ഇവിടെ ശരി തെറ്റുകൾ അംഗീകരിക്കുന്നവർ എന്നതുകൊണ്ട്, അല്ലെങ്കിൽ വിശ്വാസികൾ എന്നതുകൊണ്ട് വിശുദ്ധ ഖുർആൻ അല്ലെങ്കിൽ അതിനെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ലോകത്തുള്ള എല്ലാ വിശ്വാസങ്ങളെയുമല്ല. ബാക്കിയുള്ള എല്ലാ വിശ്വാസങ്ങളെയും, ഖുർആനിക വിരുദ്ധമായിട്ടുള്ള എല്ലാ വിശ്വാസങ്ങളെയും ഖുർആൻ തള്ളി പറയുന്നുണ്ട്. അതൊന്നും ശരിയല്ല, തെറ്റാണെന്നാണ് ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ട് ഇവിടെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സാമാന്യ ബുദ്ധിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു സംശയത്തിനും അവകാശമില്ല. ബാക്കിയൊക്കെ ജബ്ബാർ തടി രക്ഷപ്പെടുത്താൻ വേണ്ടി, ആളുകളുടെ മുമ്പിൽ നല്ല വെള്ള ചമയാൻ വേണ്ടി, താൻ ഖുർആനെ വിമർശിച്ചു എന്ന് തൻ്റെ അനുയായികളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്ന വാചാടോപങ്ങൾ മാത്രമാണ് എന്നതിൽ കവിഞ്ഞതിന് യാതൊരു അർത്ഥവുമില്ല. ജബ്ബാർ യഥാർത്ഥത്തിൽ വെറുതെ സമയം കളയാണ് ചെയ്യണമെന്നുള്ളതാണ് വസ്തുത.